എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുസ്മി രതീഷ്. ഈ നോമ്പ് കാലത്ത് ഗോതമ്പ് പൊടി വെച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് ഞാനിന്നിവിടെ വന്നിരിക്കുന്നത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോയാലോ. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടിയിൽ ഗോതമ്പ് പൊടിക്ക് പകരം ആട്ടാപ്പൊടി വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ എണ്ണയും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് ചപ്പാത്തിയുടെ പരുവത്തിൽ കുഴച്ചെടുക്കാം. കുഴച്ചെടുത്ത മാവിൽ 1 ടീസ്പൂൺ എണ്ണ തൂക്കി ഏകദേശം 15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഈ സമയത്ത് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് 1/4 ടീസ്പൂൺ പെരുംജീരകം ഇട്ടൊന്ന് പൊട്ടി വരുമ്പോഴേക്കും 1 ടീസ്പൂൺ ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും ചെറുതായി അരിഞ്ഞ 1 ടീസ്പൂൺ വെളുത്തുള്ളിയും 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്ത് ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും ഇതിലേക്കൊരു വലിയ സവാളയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ ഇപ്പോൾ നന്നായി വഴറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇവ ചേർത്ത് മസാലയുടെ പച്ചമണം മാറി വരുമ്പോഴേക്കും ഒരിടത്തരം തക്കാളിയുടെ കഷ്ണങ്ങൾ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. സീഡ് കളഞ്ഞ തക്കാളിക്ക് പകരം നമുക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് സ്മാഷ് ചെയ്ത് ഒരു ബോയിൽഡ് പൊട്ടറ്റോ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഉപ്പിട്ട് വേവിച്ച 200 ഗ്രാം ചിക്കൻ ബ്രസ്റ്റിൻ്റെ സ്ലൈസസ് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. വെജിറ്റേറിയൻസിന് ഈ ഭാഗം കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയില ചേർത്ത് മിക്സ് ചെയ്ത് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മൾ കുഴച്ച് വെച്ച മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് ഇതേ രീതിയിൽ ചെറിയ ഉരുളകളാക്കി മാറ്റി വെക്കാം. ഉരുളകളാക്കിയ മാവ് ഞാൻ ഇതേ രീതിയിൽ കൈ വെച്ചിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ഇതേ രീതിയിൽ ചെറിയ ബോളുകളാക്കി ഇതിലേക്ക് ഫില്ല് ചെയ്തെടുക്കാം. ഇനി ഇത് കയ്യിൽ തന്നെ വെച്ചോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ വെച്ചോ ചെറിയ രീതിയിൽ നമുക്ക് ഒന്നുകൂടി ഒന്ന് പരത്തിയെടുക്കാം.
എല്ലാ മാവും ഞാൻ ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ഇവ ഓരോന്നും ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ. എല്ലാ വശവും നന്നായി കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഒരു വശമൊക്കെ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ 2 വശമായിട്ടുണ്ട്. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള വീറ്റ് ഫ്ലോർ വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഈ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഈ റംദാൻ കാലത്ത് ലെസ് ഓയിലിൽ എല്ലാവരും ഈ സ്നാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്.